നിങ്ങൾ ആഫ്രിക്കൻ ജൊലോഫ് റൈസ് കഴിച്ചിട്ടുണ്ടോ? നല്ല ചുമന്നിരിക്കുന്ന ഒരു റൈസ്, തക്കാളിയും പെപ്പറും പിന്നെ എരിവുള്ള ഉണ്ടമുളകൊക്കെ ചേർത്ത് ഒരു റൈസാണിത്. ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. സമയം കളയേണ്ട, ഉടനെ വീഡിയോയ്ക്ക് പോവാം. ജോസ് മോസസ് കിച്ചൺ. ഈ റെസിപ്പി കൊണ്ട് നമുക്ക് 6 പേർക്കുള്ള റൈസാണ് നമ്മൾ ഉണ്ടാക്കാൻ പറ്റുന്നത്. അതിനുവേണ്ടി 600 ഗ്രാം തക്കാളി, ഒരു 5 സ്പ്രിക്ക് തൈമ്, ഫ്രഷോ ഡ്രൈയോ, നല്ല എരിവുള്ള മുളക് 4 എണ്ണം, പിന്നെ ഒരു മൊത്തം വെളുത്തുള്ളി, പകുതി ചുമപ്പ സബോള, 350 ഗ്രാം റെഡ് പെപ്പർ. ഇതെല്ലാം കൂടി ഒരു ബ്ലെൻഡറിലേക്ക് ഇടാം, അതിന് അടിക്കാം. ആദ്യം തക്കാളി ഇടാൻ നല്ലത്, അപ്പോൾ ഈസി ആയിട്ട് അടിച്ച് വരാൻ എളുപ്പമുണ്ട്. ഇങ്ങനെ ഫൈൻ പേസ്റ്റ് ചെയ്ത് ഒരു പോട്ടിൽ മീഡിയം ഹീറ്റിൽ ആ സോസ് അങ്ങോട്ട് ഇടാം, നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. അത് അവിടെ കിടന്ന് തിളച്ച് നല്ല തിക്ക് സോസ് ആവട്ടെ. മറക്കരുത് ഇടയ്ക്കിടയ്ക്ക് പോയി അളക്കാനായിട്ട്, അല്ലെങ്കിൽ ഈ സാധനം അടി പിടിക്കും, വീണ്ടും പണി പാടും. അത് കഴിഞ്ഞാൽ തിക്കായി കഴിഞ്ഞാൽ സൈഡിലേക്ക് വയ്ക്കുക. വേറൊരു പോട്ടിലേക്ക് മീഡിയം ചൂടിൽ 1 കപ്പ് ഓയിൽ, അതിൻ്റെ ഉള്ളിലേക്ക് സബോള ചോപ്പ് ചെയ്ത് ഒരെണ്ണം, ഒരു 3-4 മിനിറ്റ് അത് സോട്ട് ചെയ്യാം. അത് കഴിഞ്ഞാൽ ടൊമാറ്റോ പേസ്റ്റ് 6 ടേബിൾ സ്പൂൺ, അതും നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. ഒരു 15 മിനിറ്റോളം അത് കുക്ക് ചെയ്യാതെ, അപ്പോഴാണ് ആ ടേസ്റ്റ് വരുള്ളൂ. നന്നായിട്ട് കുക്കാവണം. അത് കഴിഞ്ഞ് നമ്മൾ ഉണ്ടാക്കി വെച്ച സോസ് അങ്ങോട്ട് ചേർക്കാം. അതിൻ്റെ ഉള്ളിലേക്ക് 2 ബേ ലീഫ്, കറി പൗഡർ 4 ടീസ്പൂൺ. ഈ കറി പൗഡർ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് എൻ്റെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. 2 ടീസ്പൂൺ ഉപ്പ്, എല്ലാം കൂടി ഇട്ട് ഒന്നുകൂടി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞാൽ വീണ്ടും ഒരു 15 മിനിറ്റോളം അത് കുക്ക് ചെയ്യുക. ആ റോ ഫ്ലേവറൊക്കെ പോയി നല്ല സൂപ്പറാവാനായിട്ട്. 4 കപ്പ് ബസ്മതി അരി, അതല്ലെങ്കിൽ പാർബോയിൽ റൈസ്, ഒരു 3-4 വട്ടം വാഷ് ചെയ്ത് ആ അരി സോക്ക് ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ ആ മിക്സിലേക്ക് ഇടുക. വീണ്ടും നന്നായിട്ട് കമ്പൈൻ ചെയ്യുക. അത് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് ഇളക്കി അത് സ്റ്റിർ ഫ്രൈ ചെയ്യുക. അത് കഴിഞ്ഞാൽ 7 കപ്പ് ബീഫിൻ്റെ ചിക്കൻ്റെ ബ്രോത്ത് ഒഴിക്കുക, സ്റ്റോക്ക്. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് 3 ടീസ്പൂൺ ഉപ്പ്, പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് വീണ്ടും എക്സ്ട്രാ ഉപ്പ് ചേർക്കാം. കവർ ചെയ്യുക, നല്ല ചൂടിൽ തിളപ്പിക്കുക. ആ പാത്രത്തിൽ മൊത്തം സ്റ്റീം നിറഞ്ഞു കഴിഞ്ഞാൽ ലോ ഹീറ്റിൽ 30 മിനിറ്റ് നേരം കുക്ക് ചെയ്യുക. അത് കഴിഞ്ഞാൽ ഇതേപോലെ റൈസ് കിട്ടും, നല്ല അടിപൊളി റൈസ്. അപ്പോൾ സൈഡിൽ നിന്നൊക്കെ അത് വിടിയിച്ചിട്ട് ഇതേപോലെ റൈസ് റെഡിയാണ്. നമ്മുടെ ആഫ്രിക്കൻ ജൊലോഫ് റൈസ് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയിൽ ഉണ്ടാക്കാനായിട്ട്. നമ്മുടെ നാടൻ ടേസ്റ്റ് ഒരു തക്കാളി ചോറിന്റെ ഒരു ലൈനിൽ പോയിക്കോളൂ. അടിപൊളിയാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റാ. ഞാൻ കഴിക്കുന്നത് ആഫ്രിക്കൻ പെപ്പർ ബീഫിന്റെ കൂടെയാണ് കേട്ടോ. ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ ഉണ്ടോ ആ പെപ്പർ ബീഫും റൈസും. അപ്പൊ അതിന്റെ റെസിപ്പി വേണമെങ്കിൽ ചാനലിൽ എടുപ്പുണ്ട് കേട്ടോ. അപ്പൊ ആസ്വദിച്ച് നേക്കാം. അതിന്റെ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കിയേക്കണേ. ഓക്കെ, ബൈ.